ബ്രൂവറി വിഷയത്തിൽ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ധനകാര്യം, ജലവിഭവം, വ്യവസായം, തദ്ദേശ വകുപ്പുകളുമായി പോലും പ്രാഥമിക ചർച്ച നടന്നില്ലെന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഫയൽ നീക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, മറ്റു വകുപ്പുകളുമായി കൂടി ആലോചിക്കാതെയാണ് ഈ ബ്രൂവറിക്ക് അനുമതി നൽകിയത് എന്നതാണോ വി ഡി സതീശന്റെ വാദം? അത് വി ഡി സതീശൻ്റെ വാദം മാത്രമല്ല, മന്ത്രിസഭാ യോഗത്തിൻ്റെ അജണ്ടയിൽ അത് നോക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നമുക്ക് വ്യക്തമാകും. വി ഡി സതീശൻ ഇന്ന് ചില രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റ് ആയതുകൊണ്ട് വാർത്താക്കുറിപ്പായാണ് അത് പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇതുവരെ പുറത്തു വരാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് മറ്റ് ഒരു വകുപ്പുകളുമായും ചർച്ചകൾ നടത്തിയിട്ടില്ല എന്ന് ഈ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. സാധാരണയായി ഒരു വ്യവസായമാണ് വരുന്നത്, അതിൽ വ്യവസായ വകുപ്പ് അറിയണം. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിൽ എലപ്പുള്ളിയിൽ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അതുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകൾ കൊടുക്കേണ്ടതുണ്ട്. ഒപ്പം ജലവിഭവ വകുപ്പ്, അവിടെ ജലം കൊടുക്കുന്നത് ജലവിഭവ വകുപ്പാണ് എന്ന് പറയുന്നു, അവരും അറിയേണ്ടതുണ്ട്. പക്ഷെ അത്തരം ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്ന് കൃത്യമായി ഈ നോട്ടിൽ പറയുന്നുണ്ട്. ഈ ഫയൽ നീങ്ങുന്നത് നവംബർ 8-ാം തീയതി 2024 ഫയൽ നീങ്ങുന്നത്. അതിനുശേഷം ഇതിനകത്തുള്ള മറ്റ് പ്രധാന പ്രശ്നമായി വി ഡി സതീശൻ പറയുന്നത് ആ കമ്പനിയെ വാനോളം പുകഴ്ത്തുന്നുണ്ട് ഈ ക്യാബിനറ്റ് നോട്ടിലും എന്നതാണ്. അതിൽ കൃത്യമായി ഈ കമ്പനിയുടെ ചരിത്രം പറയുന്നുണ്ട്, ഇവരെവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതിൽ സതീശൻ്റെ വാദം ഇത് ഡൽഹി മദ്യനയ കേസിൽ ഇതിൻ്റെ ഉടമ അറസ്റ്റിലായിട്ടുണ്ട്, അവരുടെ നേട്ടം പറയുമ്പോൾ അവരുടെ കോട്ടം കൂടി ഇതിൽ പറയണമായിരുന്നു. അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഹരിയാനയിൽ ഒരു സ്ഥലത്തെ ജലം മുഴുവൻ മലിനമാക്കിയിട്ടുണ്ട് ഈ കമ്പനി, അക്കാര്യവും പറഞ്ഞിട്ടില്ല. കമ്പനിയുടെ പോസിറ്റീവ് വശം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്നതാണ് വി ഡി സതീശൻ്റെ വാദം. എന്തിന് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നില്ല, എത്ര കിട്ടി എന്ന് മാത്രം എം ബി രാജേഷ് പറഞ്ഞാൽ മതി എന്നതാണ് വി ഡി സതീശൻ പറയുന്നത്. എന്നൊരു സംശയം ചോദിക്കട്ടെ റഹീസ്, ഈ സർക്കാരിൻ്റെ സിംഗിൾ വിൻഡോ സിസ്റ്റം, ഏകജാലക സിസ്റ്റം വന്നതിന് ശേഷം ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ ഭാഗമായിട്ട് മറ്റു വകുപ്പുകളുടെയോ മറ്റ് സ്ഥാപനങ്ങളുടെയോ ഒക്കെ അനുമതി പിന്നീട് കിട്ടിയാൽ മതി എന്നതല്ലേ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു നയം? അതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ മറ്റു വകുപ്പുകളുമായി പ്രാഥമിക കൂടിയാലോചനകൾ നടക്കാതെ പോയത്? ഇതിൽ അവർ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് പറയുന്ന ഒരു ന്യായമെന്ന് പറയുന്നത് സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, അതായത് ENA കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാമെന്ന് പുതിയ മദ്യനയത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ അല്ല ഈ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ. ENA ഉൽപ്പാദനം മാത്രമല്ല, അതായത് അസംസ്കൃത മദ്യത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നതാണല്ലോ ENA, അത് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോത്സാഹനം നൽകണമെന്നതാണ് മദ്യനയത്തിൽ പറയുന്നത്. പക്ഷേ അതും കടന്ന്, അതായത് 4 ഘട്ടം ഇതിനകത്ത് പറയുന്നുണ്ട്. അതിൽ ബ്രൂവറി ഉണ്ട്, ഒപ്പം എഥനോൾ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട്. അതായത് മദ്യനയത്തിൽ വരുത്തിയ മാറ്റമായിട്ടാണ് ഇതിനെ പ്രതിപക്ഷം വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകൾ, ഇതൊരു പ്രത്യേകമായ ഒരു വ്യവസായ സംരംഭം തുടങ്ങുമ്പോഴുള്ള ഏകജാലക സംവിധാനം വഴിയുള്ള പ്രോസസ്സ് അല്ല, മദ്യനയത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കണം, ഒപ്പം മുന്നണിയെയും അറിയിക്കണം എന്ന ഒരു വാദം കൂടി പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. പക്ഷേ അക്കാര്യത്തിൽ LDFിലെ മറ്റ് കക്ഷികളെ അറിയിച്ചിരുന്നോ ഇല്ലയോ എന്ന കാര്യമൊന്നും ഈ നോട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ CPI മാത്രമാണ് ഇക്കാര്യം അറിയിച്ചത്. അത് അറിയിച്ചതുപോലും ക്യാബിനറ്റ് നോട്ട് വന്നപ്പോൾ മന്ത്രിമാർ പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ ഇതാണ്. ക്യാബിനറ്റ് നോട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്യാബിനറ്റ് നോട്ടിൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ധനകാര്യ വകുപ്പിനെയോ ജലവിഭവ വകുപ്പിനെയോ വ്യവസായ വകുപ്പിനെയോ എന്തിന് തദ്ദേശ വകുപ്പുകളുമായി പോലും പ്രാഥമികമായ ചർച്ച നടന്നിട്ടില്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. എന്തിനാണ് ഇങ്ങനെ ഫയൽ നീക്കിയതെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗം
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് ഏകജാലക സംവിധാനം നിലവിലുണ്ട്. അതുകൊണ്ട് മറ്റു വകുപ്പുകളിലേക്ക് ലൈസൻസും അനുവാദവും ഒക്കെ 3 വർഷത്തിനുള്ളിൽ മാത്രം ലഭ്യമാക്കിയാൽ മതി എന്നുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ പോളിസിയുടെ ഭാഗമായിട്ടാവാം എന്നതാവാം സർക്കാരിന്റെ വാദം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് വേണം. നമ്മൾ മന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ നമുക്ക് മന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമാക്കാം.